ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്ലാഷ് കോഡ് മാച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ മാച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചെയ്യണമെന്നറിയില്ല. ഫസ്റ്റ് എന്തായാലും കഴിഞ്ഞ കളി പോലെ ഈ തവണെങ്കിലും തോക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ഈ കളി പെവറൊക്കെ നോക്കി. ഈ കളിയും കുറച്ച് ലാഗൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കളി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്കപ്പോൾ G1 ആണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. G1 എടുത്ത് പവർ കാണിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ G1 എടുത്ത് നമ്മൾ ഈ വലയം പോയി കഴിച്ചു. നമ്മൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും വലയം പോയി. ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ മൊത്തം എനിമി. എന്നിട്ട് കറങ്ങിപ്പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ ആണെങ്കിൽ വഴിയും തെറ്റിപ്പോയി. അപ്പോൾ അതിലെ കറങ്ങിപ്പോയപ്പോൾ മോളിൽ നിന്ന് അവന്മാർക്കായിട്ട് വേറെ അടി കഴിച്ചു. പിന്നെ അവിടുന്ന് ഞാൻ പിന്നെ തിരിഞ്ഞു ഓടിയിട്ട് കയറി ചെല്ലാൻ നോക്കി. കയറി ചെന്നപ്പോൾ അവിടെ ആരുമില്ല. നോക്കുമ്പോൾ അപ്പുറത്ത് ഒരുത്തൻ നിൽക്കുന്നത്. അപ്പോൾ അവനെ അടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരുത്തൻ താഴോട്ട് തുള്ളി ഗൈസ്. അപ്പോൾ നമ്മൾ ഒരുത്തൻ അവനാണെങ്കിൽ കിടുക്കാൻ ഹെഡ് ഷോട്ട് കൊടുത്തിട്ട് അവനെ അങ്ങ് നോക്കാക്കി. അത് കഴിഞ്ഞ് ഇനി ഒരുത്തനും കൂടെ ഉള്ളൂ. അവനെ തപ്പി നമ്മൾ പോവുകയാണ്. അവൻ എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി ഒരുത്തനും കൂടെ ഉള്ളു. അവനെ നമ്മുടെ ടീമായിട്ട് തീർത്ത് കേസ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഭയങ്കര വിജയകരമായി നമ്മൾ ജയിച്ചിരിക്കുകയാണ്. ഇനി സെക്കൻഡ് റൗണ്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. സെക്കൻഡ് റൗണ്ട് ഹാങ്കറിലാണ്. ഹാങ്കർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലേസാണ് ഹാങ്കർ. അപ്പോൾ നമ്മൾ മഷ്റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മഷ്റൂം നമ്മൾ മെയിനായിട്ട് എടുക്കുക. നമുക്ക് കൈറോസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മഷ്റൂം എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വലയൊന്ന് പോകണം ഗൈസ്. ഇപ്പോൾ വലയും പോകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലല്ലോ എല്ലാം ചെയ്യണം. അപ്പോൾ നമ്മൾ വലയം പോയി നമ്മളിനി കയറി പോവുക. അപ്പോൾ എനിക്ക് കയറി പോയപ്പോൾ ഗൈസ് ഒരു മുറ്റടി ഭയങ്കര കിടിലനടി. ഞാൻ ഭാഗ്യത്തിന് സ്റ്റെപ്പ് കയറി ചെന്നുകൊണ്ട് മെഡ് അടിക്കുവാണ്. അപ്പോൾ 3 ഗൈസ്. ഇവിടുന്ന് 3 നമുക്കിട്ട് അടിക്കുന്നത്. അപ്പോൾ ഒരുത്തനെ നമ്മൾ ടീമേറ്റ് നോക്കാക്കി. വേറെ ഒരുത്തനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് കൃത്യം ഡാമേജ് ചെയ്തപ്പോൾ അവൻ ഗ്ലൂവാളിട്ട്. പിന്നെ ഗ്ലൂവാളെ പൊട്ടിച്ചാണെങ്കിൽ അവനെ ഇന്ന് ഞാൻ കൊല്ലുമെന്ന് വിചാരിച്ച് നമ്മളിന്ന് പൊട്ടിച്ചേക്കുവാണ്. അപ്പോൾ ഇനി അവനും കൂടെ ഉള്ളു ബാക്കി. അവനാണെ മറ്റുള്ളവന്മാരെ റിവൈവ് ചെയ്യുന്നു ഗൈസ്. അവന്മാരെ ഒരുത്തിനെ റിവൈവ് ചെയ്ത് വിട്ട്. അവനാണ് വേറൊരുത്തനെ അവൻ ഓപ്പണിൽ നിന്ന് റിവൈവ് ചെയ്യുക. അവനെ റിവൈവ് ചെയ്ത് വിട്ട്. അവനെ നമ്മൾ 2 അടി കഴിച്ച് അവനെ അങ്ങ് നോക്കാക്കി. ബാക്കി 2 എവിടെ നമുക്ക് അറിയത്തില്ല. 2 അങ്ങോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ടീമേറ്റിൻ്റെ അടുത്ത് ഒരുത്തനുണ്ട്. അപ്പോൾ നമ്മളാണ് നമ്മുടെ കൊടാ ക്യാരക്ടറിൻ്റെ സ്കില്ലിട്ടാൽ കിട്ടുമല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ ഗൈസ് ഒരുത്തൻ പോയി ഗൈസ്. ഒരുത്തനെ നമ്മുടെ ടീമേറ്റ് വന്നു. അപ്പോൾ കൊടാ ക്യാരക്ടർ ഇട്ടപ്പോൾ അവനെ കിട്ടിയില്ല. കൊടാ ക്യാരക്ടർ ഇട്ടപ്പോൾ അവനാണ് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഭാഗത്തോട്ട്. അപ്പോൾ അവൻ നമ്മളെ സ്പോട്ട് ചെയ്ത് നമ്മളാണ് തലക്കെട്ടൊരെണ്ണം കൊടുത്തിട്ട് അവനെയും തീർത്ത്. അത് കഴിഞ്ഞ് നമ്മൾ കയറുവാണ്. മൂന്നാമത്തെ റൗണ്ടായപ്പോൾ മൂന്നാമത്തെ റൗണ്ട് സ്ഥലത്താണ്. അപ്പോൾ ഇനി അടുത്ത് MP40 P90 എടുക്കുവാണ്. P90 കിടിലൻ തോക്കാണ്. 70 ആമ ഒക്കെ കേസ്. P90 ഒക്കെ പവറായി. ഞാനപ്പോൾ മൊത്തം അടിച്ച് തീർത്ത്. അപ്പോൾ നമ്മൾ റീലോഡ് ചെയ്ത് അത്രയും ആമോ വെറുതെ പോകും. 70 ആമ ഒക്കെ പോകും ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് നമ്മുടെ ഹൈഡിങ് പ്ലേസിലോട്ട് കയറി. അവിടെ ചെന്നപ്പോഴാണ് ഗൈസ് ഒരുത്തൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ ടീമേറ്റ് കയറി ചെന്നു. അവനവിടെ ഒരുത്തനെ അടിച്ചു. പക്ഷെ അവനിട്ടും നല്ല അടി കൊള്ളുന്നുണ്ടായിരുന്നു. അവൻ 2 എണ്ണത്തിന് അടിച്ചു ഗൈസ്. അവനെ തീർത്ത്. അവനെ അടിച്ചിട്ടപ്പോഴത്തേക്കും നമുക്ക് വേണ്ട ഗൈസ് ഒരുത്തനെ നമ്മൾ നോക്കിട്ടു. അവനെ നോക്കിയിട്ടപ്പോൾ മറ്റവൻ എവിടെ ഓടുന്ന കണ്ടു ഗൈസ്. അപ്പോൾ നമ്മുടെ കൊടാ ക്യാരക്ടറിനെ ഇട്ടപ്പോൾ അവനെവിടെ ഇരിക്കുക. നമ്മുടെ ചെക്കൻ അവിടെ നൈസായിട്ട് ഇരിക്കുക. അപ്പോൾ അവനെ തൂക്കി. മോളിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ഒരുത്തനെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. മറ്റവനെ കംപ്ലീറ്റ് ആക്കുമ്പോൾ ഒരുത്തന് ഓടുന്നു ഗൈസ്. തുള്ളി അവൻ കണ്ടെയ്നറിൻ്റെ ബാക്കി പോയി. നമുക്കാണ് റണ്ണിങ് ബട്ടനും കിട്ടുന്നില്ല. ലാഗ് അടിച്ചിരിക്കുക. അപ്പോൾ അവൻ അവിടെ എത്ര നിൽപ്പുണ്ടായിരുന്നു. സ്കോപ്പ് ഇട്ട് നോക്കിയപ്പോൾ അവൻ പോയി ഗൈസ്. പിന്നെ ആ ചാടി വരുമ്പോൾ അടിക്കാമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ടീമേറ്റ് അവൻ അടിച്ചിട്ട്. അങ്ങനെ നമ്മൾ 3ാമത്തെ റൗണ്ടും വളരെ വിജയകരമായി വിജയിച്ചു. ഇനി ലാസ്റ്റ് റൗണ്ട്, അതായത് മാച്ച് പോയിൻറ്റ് 4ാമത്തെ റൗണ്ടാണ്. 4ാമത്തെ റൗണ്ട് ഈ കളി ബൂയ അടിക്കണം എന്നാണ് നമുക്ക് ഒരിത്. ബൂയ അടിക്കും ഗൈസ്. ബൂയ അടിക്കണമെന്നല്ല, ബൂയ അടിക്കും. അപ്പോൾ നമ്മളാണ് ഇത് മെഡ്കിറ്റല്ല റിപ്പയർ കിറ്റൊക്കെ എടുത്തിട്ട് നമ്മളത് പോവാണ്. ഇത് ഷിപ്പ്യാർഡാണ് ഗൈസ്. ഷിപ്പ്യാർഡാണ് സ്ഥലം. അപ്പോൾ നമ്മളിത് ഷിപ്പ്യാർഡ് വലയം പോയി ഗൈസ്. വലയം പോയി. അപ്പോൾ നമ്മളത് ഓടിക്കയറുവാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഷിപ്പ്യാർഡിലെത്തി.
അപ്പോൾ അവിടെയാണെങ്കിൽ ഗൈസ് അവർ ഓടുന്നുണ്ട്. അപ്പോൾ ഒരുത്തരാണ് അവിടെ ഓപ്പണിൽ നിൽക്കുന്നത്, ബോട്ടാണെന്ന് തോന്നുന്നു. അല്ല ഗൈസ്, അവൻ ഓടുന്നു. അവനെ നോക്കിയിട്ട് ഒരു വെള്ളക്കുപ്പായക്കാരൻ അവിടെ നിൽപ്പുണ്ട്. അവനെ ഡ്രാഗ് ചെയ്തെങ്ങനെ ഹെഡ് കയറുന്നില്ല. പിന്നെ ഇനി ഒരുത്തൻ നമ്മൾ നോക്കുമ്പോൾ അങ്ങോട്ട് ഓടുന്നു ഗൈസ്. അപ്പോൾ അവനെയും പിടിക്കാൻ നോക്കി, അവനെ പൊക്കാൻ നോക്കിയപ്പോൾ അവനും കണ്ടെയ്നറിൻ്റെ ബാക്കി ഇരിക്കുകയാണ്. ഇവനൊക്കെ അവൻ ഓടുന്നു. അവനോടെ പഠിച്ചില്ല. അപ്പോൾ സ്കോപ്പ് ഇട്ട് അടിക്കാൻ നോക്കി. അപ്പോൾ അവരുടെ ആവശ്യം നമ്മുടെ ടീമേറ്റ് അവൻ ഓസി എടുത്തു. അപ്പോഴാണെങ്കിൽ ഒരുത്തനെയും കൂടെ ഉള്ളൂ. അവിടെ നമ്മുടെ ടീമേറ്റ് തീർക്കുമോ ഗൈസ്? നമുക്ക് കണ്ടറിയാം. ടീമേറ്റ് തീർത്ത് ഗൈസ്. ടീമേറ്റ് തീയായിരുന്നു. അപ്പോൾ നമ്മൾ ബൂയ അടിച്ചിട്ടുണ്ട് ആ കളി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ആരും മറക്കരുത്. ഓക്കെ, ബെൽ ബട്ടണും കൂടെ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.